ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 82ാമത്തെ ദശകം നോക്കാം. ബാണയുദ്ധവും നൃഗമോക്ഷവും. 1-ാമത്തെ ശ്ലോകം. പ്രദ്യുമ്നോ രൗക്മിണേയ സഖലു തവ കലാശംബരേണാഹൃതസ്ഥം ഹത്വാ രത്യാ സഹാപ്തോ നിജപുരമഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രോധാനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹ്യേ ഗതസ്ത്വം നവതിമുസലിന രുക്മ്യഭി ദ്യൂതവൈരാത്. പദമുറിച്ച് പറയാം. പ്രദ്യുമ്നഃ രൗക്മിണേയഃ സ ഖലു തവ കലാ ശംബരേണ ആഹൃതഃ തം ശംബരേണാഹൃതസ്ഥം ഹത്വാ രത്യാ സഹാപ്തഃ നിജപുരം അഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രഃ അഥ അനിരുദ്ധഃ തത്പുത്രോധാനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം നവതി മുസലിന രുക്മ്യഭി ദ്യൂതവൈരാത്. തവ കല അങ്ങയുടെ അംശവും രൗക്മിണേയഃ രുക്മിണിയുടെ പുത്രനുമായ സഹ പ്രദ്യുമ്നഃ ഖലു ആ പ്രദ്യുമ്നാകട്ടെ ശംബരേണ ആഹൃതഃ ശംബരനാൽ അപഹരിക്കപ്പെട്ടു. തം ഹത്വ ആ ശംബരനെ ഹനിച്ചിട്ട് രത്യാസഹ രതിദേവിയോട് കൂടിയിട്ട് നിജപുരം ആപ്തഃ നിജപുരം സ്വന്തം നഗരത്തിലേക്ക് ദ്വാരകയിലേക്ക് ആപ്തഃ മടങ്ങിയെത്തി. ധന്യാം രുക്മികന്യാം ധന്യയായ ഭാഗ്യവതിയായ രുക്മികന്യയെ അഹരത് ച ആ രുക്മിയുടെ പുത്രിയെ അപഹരത് ച അപഹരിക്കുകയും ചെയ്തു. അഥ പിന്നീട് അനന്തരം തത് പുത്രഃ ആ പുത്രനും പ്രദ്യുമ്നന്റെ പുത്രനും ഗുണനിധിയുമായ അനിരുദ്ധൻ രുക്മിപൗത്രീം രുക്മിയുടെ മകന്റെ മകളായ രോചനാം അവഹത് രോചനയെ വിവാഹം കഴിച്ചു. തത്ര ഉദ്വാഹേ ആ വിവാഹത്തില് ത്വം ഗതഃ ഭഗവാനെ ത്വം ഗതഃ അവിടുന്നും പോയിട്ടുണ്ടായിരുന്നു. മുസലിന ഉലക്ക കൊണ്ട് രുക്മി ദ്യൂതവൈരാത് രുക്മിയും ദ്യൂതവൈരാത് നവതി രുക്മിയെയും ബലരാമൻ ചൂതുകളിയുടെ ഇടയ്ക്കുണ്ടായ വൈരം കൊണ്ട് ആ ചൂതുകളിയിൽ തമ്മിൽ വഴക്കിട്ടിട്ട് നവതീഹി രുക്മിയെയും വധിച്ചു എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ അങ്ങയുടെ തന്നെ അംശവും രുക്മിണിയുടെ പുത്രനുമായ പ്രദ്യുമ്നനെ ശംബരൻ അപഹരിച്ചു. പരമശിവന്റെ കോപാഗ്നിയിൽ ദഹിച്ചു പോയ മന്മഥനാണ് രുക്മിണിയിൽ ജനിച്ച പ്രദ്യുമ്നൻ. മന്മഥന്റെ ശത്രുവാണ് ശംബരൻ എന്ന അസുരൻ. ഇത് തൻ്റെ ശത്രുവാണ് എന്ന് ശംബരന് മനസ്സിലായി. അപ്പോൾ ആ ശംബരൻ ആരും കാണാതെ ആ കുട്ടിയെ എടുത്തു കൊണ്ടുപോയി സമുദ്രത്തിൽ എറിഞ്ഞിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. തം ഹത്വാ രത്യാസഹ നിജപുരം ആപ്തഃ ശംബരനെ നിഗ്രഹിച്ചിട്ട് അപ്പോൾ പിന്നീട് ശംബരനെ നിഗ്രഹിച്ചിട്ട് രതിദേവിയോട് കൂടിയിട്ട് ദ്വാരകയിലേക്ക് മടങ്ങിയെത്തി. മേൽപ്പത്തൂർ ഇവിടെ സൂചനകൾ മാത്രമാണ് തന്നിട്ടുള്ളത്. ബാക്കി കഥയെല്ലാം ഭാഗവതത്തിലാണ്. സമുദ്രത്തിലെറിയപ്പെട്ട ആ കുട്ടിയെ ഒരു മത്സ്യം വിഴുങ്ങി. മുക്കുവന്മാര് വല വീശിയപ്പോൾ ആ മത്സ്യം അതിൽ കുടുങ്ങി. വിശേഷപ്പെട്ട ഒരു വലിയ മത്സ്യമായതുകൊണ്ട് മുക്കുവന്മാര് അതിനെ ശംബരന് കാഴ്ചവെച്ചു. ശംബരൻ്റെ അടുക്കളയിൽ പാചകക്കാര് ആ മത്സ്യത്തെ മുറിച്ചപ്പോൾ അതിൽ ഒരു കുട്ടി കിടക്കുന്നത് കണ്ടു.
അപ്പോൾ പാചകക്കാർ ആ കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് മായാവതിയെ ഏൽപ്പിച്ചു. മായാവതി എന്ന് പറയുമ്പോൾ മന്മഥൻ്റെ ഭാര്യയായ രതിദേവിയാണ് മായാവതി. ശിവകോപം കൊണ്ട് ദഹിച്ചുപോയ കാമദേവൻ മന്മഥൻ രണ്ടാമതൊരു ശരീരം എടുത്തു വരുന്നത് വരെ മായാവതിയായ രതിദേവി അവിടെ അങ്ങനെ കാത്തിരിക്കുകയാണ് ശംബരൻ്റെ കൊട്ടാരത്തിൽ. അപ്പോൾ മായാദേവി അങ്ങനെ ആ കുട്ടിയെ സംരക്ഷിച്ചു. വിവാഹപ്രായമൊക്കെ ആയപ്പോൾ പറഞ്ഞു, അവിടുന്ന് നാരായണൻ്റെ പുത്രനായി അവതരിച്ച കാമദേവനാണ്, ശംബരൻ അങ്ങയെ അപഹരിച്ചു കൊണ്ടുപോയതാണ്, ഞാൻ ഭാര്യയായ രതിയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഉടനെ പ്രദ്യുമ്നൻ ശംബരൻ്റെ നേർക്ക് ചെന്നു. ശംബരനെ വധിച്ച് രതിദേവിയോടുകൂടി ദ്വാരകയിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ ധന്യാം രുക്മി കന്യാം അഹരത് ച, ധന്യയായ രുക്മിയുടെ പുത്രിയായ രുക്മാവതിയെ പ്രദ്യുമ്നൻ അപഹരിച്ചു കൊണ്ടുവന്നു. പിന്നീട് പ്രദ്യുമ്നൻ്റെ പുത്രനായ അനിരുദ്ധൻ രുക്മിയുടെ മകൻ്റെ മകളായ രോചനയെ വിവാഹം ചെയ്തു. അങ്ങനെ തത്ര ഉദ്വാഹേ രുക്മി അഭി മുസലിന നവതി, ആ വിവാഹത്തിൽ രുക്മിയും ഉലക്ക കൊണ്ട് വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീകൃഷ്ണനോട് ബദ്ധവൈരമുണ്ടെങ്കിലും രുക്മി തൻ്റെ പുത്രൻ്റെ പുത്രിയായ രോചനയെ അനിരുദ്ധന് വിവാഹം ചെയ്തു കൊടുത്തു. ആ വിവാഹോത്സവമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിനോദിച്ചിരിക്കുന്ന സമയത്ത് കലിംഗ രാജ്യത്തിൻ്റെ അധിപതിയായ കലിംഗൻ മുതലായ രാജാക്കന്മാർ ബലരാമനെ ചൂത് കളിക്കാൻ വിളിക്കുകയാണ്. അങ്ങനെ ബലരാമനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് രുക്മിയെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂതുകളിയിൽ ആദ്യം ബലരാമൻ 100 നിഷ്കം എന്ന് പറയുമ്പോൾ സ്വർണ്ണ നാണയത്തിന് തുല്യമായ ഒരു തുക. അപ്പോൾ ആദ്യം ബലരാമൻ വെച്ചു, കളിയിൽ രുക്മി ജയിച്ചു. പിന്നെ വീണ്ടും 1000, 10000 അങ്ങനെ 3 തവണ വെച്ചു. അവിടെ അപ്പോഴൊക്കെ രുക്മി ജയിക്കുകയും ബലരാമന് നഷ്ടം വരികയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് മറ്റു രാജാക്കന്മാരുടെ ഇടയിൽ വെച്ച് മധ്യത്തിൽ വെച്ചിട്ട് ബലരാമനെ കലിംഗ രാജാവ് കളിയാക്കി. പിന്നീട് രുക്മി 1,00,000 സ്വർണ്ണ നാണയം വെച്ചു, അതിൽ ബലരാമൻ ജയിച്ചു. എന്നാൽ കള്ളത്തരം അധികമുള്ള രുക്മി താനാണ് ജയിച്ചത് എന്ന് വാദിച്ചു. ഇത് കേട്ട് ബലരാമന് കോപം വന്നു. മഞ്ഞുന ക്ഷുഭിത ശ്രീമാൻ സമുദ്രൈവ പർവണി ജാത്യാരുണാക്ഷോതിരുഷ നിർബുധം ഗ്ലഹമാതതെ. ഭാഗവതം. സ്വതേ ചുവന്ന കണ്ണുകളോടുകൂടിയ ആ ബലരാമൻ്റെ ക്രോധം അധികരിക്കുക കൂടെ ചെയ്തപ്പോൾ മുഖം പൗർണമി ദിവസത്തെ സമുദ്രം പോലെയായി എന്നാണ്. വല്ലാതെ ക്ഷോഭിച്ചു. അങ്ങനെ എന്നിരുന്നാലും വീണ്ടും 10 കോടി നിഷ്കം പന്തയം വെച്ചു. അതിലും രുക്മി കള്ളക്കളി കളിച്ച് ജയിച്ചു എന്ന് അവകാശപ്പെട്ടു. ആ സമയത്ത് ഒരു അശരീരി കേൾക്കുകയാണ്, രുക്മി പറയുന്നത് കളവാണ്. എന്നാൽ രുക്മി ആ ആകാശവാണിയെ പോലും ആദരിച്ചില്ല എന്നാണ്, പിന്നെയും കള്ളം തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെ രുക്മിയുടെ അധിക്ഷേപവും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ ആ പരിഹാസവും ഒക്കെ കണ്ടപ്പോൾ കോപിഷ്ഠനായ ബലരാമൻ ഇരുമ്പുലക്ക കൊണ്ട് രുക്മിയെ വധിച്ചു. അതുമാത്രമല്ല, ചൂതുകളി സമയത്തുണ്ടായ വഴക്കിൽ പല്ലിളിച്ച് കാട്ടി പരിഹസിച്ച കലിംഗ രാജാവിൻ്റെ പല്ലുകളൊക്കെ ബലരാമൻ തല്ലിക്കൊഴിച്ചു എന്നാണ് പറയുന്നത്. ഇനി 2ാമത്തെ ശ്ലോകം. ബാണസ്യ സാബലിസുതസ്യ സഹസ്രബാഹോർമാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷാം ത്വത്പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. പദം മുറിച്ച് പറയാം. ബാണസ്യ സ ബലിസുതസ്യ സഹസ്രബാഹോഃ മാഹേശ്വരസ്യ മഹിത ദുഹിത കിലോഷ ത്വത് പൗത്രം ഏനം അനിരുദ്ധം അദൃഷ്ടപൂർവം. പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്.
ഹേ ഭഗവാനെ ബലിസുതസ്യ, ബലിയുടെ പുത്രനും മഹേശ്വരൻ്റെ എന്ന് പറയുമ്പോൾ ശിവന്റെ ഭക്തനും സഹസ്രബാഹോ 1000 കൈകളുള്ളവനുമായ ബാണന്റെ മഹിത മാന്യപുത്രിയായ എന്ന് പറയുമ്പോൾ മഹത്തായ ഗുണങ്ങളോട് കൂടിയ ആ ദുഹിത പുത്രിയായ ഉഷ, ആ ഉഷ ത്വത് പൗത്രം, അങ്ങയുടെ പൗത്രനെ അദൃഷ്ടപൂർവം അങ്ങയുടെ പൗത്രനായ ഏനം അനിരുദ്ധം, ഈ അനിരുദ്ധനെ എന്ന് പറയുമ്പോൾ ത്വത് പൗത്രം അദൃഷ്ടപൂർവം, അങ്ങയുടെ പൗത്രനും മുൻപ് കണ്ടിട്ടില്ലാത്തവനുമായ, പൂർവം അദൃഷ്ടം, ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തവനുമായ ഏനം അനിരുദ്ധം, ഈ അനിരുദ്ധനെ സ്വപ്നത്തിൽ അനുഭവിച്ചിട്ട് വിരഹ ആതുര അഭൂത് കില, ആ വിയോഗം കൊണ്ട് ആ സ്വപ്നത്തിൽ അനുഭവിച്ചതിന് ശേഷം പിന്നീട് കാണാതായപ്പോൾ ആ വിരഹ ദുഃഖം അനുഭവിച്ചിട്ട് വളരെയേറെ ദുഃഖിക്കുന്നവളായി തീർന്നുവല്ലോ. വിരഹ ആതുരാഭൂത് കില, വിയോഗ ദുഃഖം അനുഭവിക്കുന്നവളായി തീർന്നല്ലോ. ഇപ്പോൾ ബലിയുടെ പുത്രനും ശിവഭക്തനും 1000 കൈകളുള്ളവനുമായ ബാണാസുരന്റെ പുത്രിയായ ഉഷ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രദ്യുമ്നന്റെ പുത്രനായ ഈ അനിരുദ്ധനെ സ്വപ്നത്തിൽ കണ്ടിട്ട് വിയോഗ ദുഃഖം അനുഭവിക്കുന്നവളായി തീർന്നു. ഇനി 3-ാമത്തെ ശ്ലോകം. യോഗിന്യതീവ കുശലാ ഖലു ചിത്രലേഖ തസ്യാ സഖീ വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായാം ആനേഷ്ടയോഗബലദോ ഭവതോ നികേതാത്. പദം മുറിച്ച് പറയാം. യോഗിന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യാഹ സഖി വിലിഖതി തരുണാനശേഷാൻ തത്ര അനിരുദ്ധമുഷയ വിദിതം നിശായാം ആനേഷ്ട യോഗബലതഃ ഭവതഃ നികേതാത്. തസ്യാഹ സഖി, ആ ഉഷയുടെ, തസ്യാഹ എന്ന് പറയുമ്പോൾ അവളുടെ, അപ്പോൾ ഉഷയുടെ തോഴിയും യോഗിനിയും അതുപോലെ തന്നെ അതീവ കുശല അതിസമർത്ഥയുമായ ചിത്രലേഖയുണ്ടല്ലോ, ആ ചിത്രലേഖ അശേഷാൻ തരുണാൻ വിലിഖതി, എല്ലാ യുവാക്കളെയും വരച്ചു. വിലിഖതി എന്ന് പറയുമ്പോൾ യോഗ്യരായ ഓരോ സ്വപ്നത്തിൽ കണ്ട ആളെ അറിയാൻ വേണ്ടിയിട്ട്, ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് യോഗ്യരായ എല്ലാ യുവാക്കളുടെയും ചിത്രം വരച്ച് കാണിക്കുകയാണ്. അപ്പം അങ്ങനെ വിലിഖതി, ആ ചിത്രം വരച്ചു കൊണ്ടിരുന്നപ്പോൾ തത്ര ഉഷയ വിദിതം അനിരുദ്ധം, അതില് ഉഷയാൽ വിദിതം തിരിച്ചറിയപ്പെട്ട അനിരുദ്ധനെ ഭവതഃ നികേതാത്, ഗുരുവായൂരപ്പ അങ്ങയുടെ വാസസ്ഥാനത്ത് നിന്ന് എന്ന് പറയുമ്പോൾ ദ്വാരകയിൽ നിന്ന് നിശായാം, ആ രാത്രിയില് യോഗബലതഃ ആനേഷ്ട, യോഗബലം കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നു, ദ്വാരകയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോന്നു, ഉഷയുടെ അടുക്കൽ എത്തിച്ചു. ഉഷയുടെ തോഴിയും യോഗിനിയും ചിത്രം വരയ്ക്കുന്നതിൽ അതിസമർത്ഥയുമായ ചിത്രലേഖ ഉഷ സ്വപ്നത്തിൽ കണ്ട യുവാവ് ശരിക്കും ആരാണ് എന്നറിയാനായിട്ട് യോഗ്യരായ ഓരോരോ യുവാക്കളുടെ ചിത്രങ്ങൾ അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വരച്ച് ആദ്യമൊന്നും ഉഷയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. അപ്പോൾ മനസ്സിലായി ഇതൊന്നും അല്ല. പിന്നീട് ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ചത് കണ്ടപ്പോൾ ഉഷയുടെ മുഖത്തൊരു മന്ദഹാസമുണ്ടായി. അപ്പോൾ മനസ്സിലായി ഈ ആളല്ല, ഇതുപോലെ ഒരാളാണെന്ന് അപ്പോൾ തന്നെ ചിത്രലേഖയ്ക്ക് മനസ്സിലായി. അങ്ങനെ പിന്നീട് പ്രദ്യുമ്നൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. പ്രദ്യുമ്നൻ്റെ ചിത്രം കണ്ടപ്പോൾ കുറച്ചുകൂടെ മുഖം തെളിഞ്ഞു. അപ്പോൾ ചിത്രലേഖയ്ക്ക് മനസ്സിലായി ആളാരാണെന്ന്. അങ്ങനെ ചിത്രലേഖ അനിരുദ്ധൻ്റെ ചിത്രം വരയ്ക്കുകയാണ്.
അപ്പോൾ അനിരുദ്ധനെ ഉഷ അങ്ങനെ തിരിച്ചറിഞ്ഞു. അനിരുദ്ധൻ ആരാണെന്ന് മനസ്സിലാക്കിയ ചിത്രലേഖ തൻ്റെ യോഗവിദ്യ കൊണ്ട് അനിരുദ്ധനെ ദ്വാരകയിൽ നിന്ന് ബാണാസുരൻ്റെ കൊട്ടാരത്തിലെ ഉഷയുടെ അടുത്തെത്തിച്ചു. ഇനി 4-ാമത്തെ ശ്ലോകം. കന്യാപുരേ ദൈതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ചന ബബന്ധുഷി സർവബന്ധൗ ശ്രീനാരദോക്തതദുദന്തദുരന്തരോഷൈസ്ത്വം തസ്യ ശോണിതപുരം യദുഭിർനിരുന്ധാഃ. പദമുറിച്ച് പറയാം. കന്യാപുരേ ദൈതയാ സുഖം ആരമന്ദം ച ഏനം ചൈനം കഥഞ്ചന ബബന്ധുഷി സർവബന്ധൗ ശ്രീനാരദ ഉക്ത തത് ഉദന്ത രുദന്ത രോഷൈഹി ത്വം ശ്രീനാരദോക്ത തദുദന്ത രുദന്ത രോഷൈസ്ത്വം തസ്യ ശോണിതപുരം യദുഭിർനിരുന്ധാഃ. കന്യാപുരേ, കന്യയുടെ പുരത്തിൽ, കന്യാഗൃഹത്തിൽ എന്ന് പറയുമ്പോൾ ഉഷയുടെ അന്തപുരത്തിൽ, ദൈതയ സുഖമാരമന്ദം ഏനം, ആ പ്രിയതമയോടുകൂടി സുഖിച്ച് പരിലസിക്കുന്ന ഏനം, ആ അനിരുദ്ധനെ, ഏനം എന്ന് പറയുമ്പോൾ ഇവനെ, ആ അനിരുദ്ധനെ, സർവബന്ധൗ ശിവഭക്തനായ ബാണൻ കഥഞ്ചന ബബന്ധുഷി എങ്ങനെയൊക്കെയോ തടവിലാക്കി. അങ്ങനെ ത്വം ശ്രീ നാരദ ഉക്ത തദുദന്ത എന്ന് പറയുമ്പോൾ അവിടുന്ന് ഗുരുവായൂരപ്പ അവിടുന്ന് നാരദനാൽ പറയപ്പെട്ട അവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ട് ദുരന്ത രോഷൈഹി കലശലായിട്ട് കോപിച്ച യദുബിഹി യാദവ ഭടന്മാരോട് കൂടിയിട്ട്, യാദവ സൈന്യത്തോടു കൂടിയിട്ട്, തസ്യ ശോണിതപുരം നിരുന്ധാഹ, തസ്യ ശോണിതപുരം, ആ ശോണിതപുരം നിരുന്ധാഹ വളഞ്ഞു. കന്യാപുരേ ദൈതയ സുഖമാരമന്ദമേനം, ഉഷയുടെ അന്തഃപുരത്തിൽ സുഖമായിട്ട് വസിക്കുന്ന അനിരുദ്ധന് ഒരു ദിവസം ശിവഭക്തനായ ബാണൻ തടവിലാക്കി. ഇതറിഞ്ഞ നാരദ മഹർഷി ദ്വാരകയിലെത്തിയിട്ട് അനിരുദ്ധൻ്റെ അവസ്ഥ അറിയിച്ചു. അങ്ങനെ യാദവന്മാരെല്ലാവരും ഇത് കേട്ട് കോപിച്ച് ഭടന്മാരോട് കൂടിയിട്ട് ബാണൻ്റെ കോട്ടയായ ശോണിതപുരത്തെ വളഞ്ഞു. 5-ാമത്തെ ശ്ലോകം. പുരീപാലശൈലപ്രിയദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതേർയദുബലമശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ഝടിതി യുയുധാനേന യുയുധേ ഗുഹപ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാജഘടിഷേ. പദമുറിച്ച് പറയാം. പുരീപാല ശൈല പ്രിയ ദുഹിതൃനാഥഃ അസ്യ ദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈഹി യദുബലം അശങ്കം ഭൂതവ്രാതേർ യദുബലം അശങ്കം നിരുരുധേ മഹാപ്രാണഃ ബാണഃ ഝടിതി യുയുധാനേന യുയുധേ ഗുഹഃ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്ര ജഘടിഷേ. അസ്യ പുരീപാലഃ ബാണൻ്റെ, അസ്യ അവൻ്റെ എന്ന് പറയുമ്പോൾ ബാണൻ്റെ കോട്ട, പുരീപാലഃ കോട്ട കാക്കുന്നവനായ, ബാണൻ്റെ കാവൽക്കാരൻ, ബാണൻ്റെ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനായ ഭഗവാൻ, ശൈലപ്രിയ ദുഹിതൃനാഥഃ ഭഗവാനായ ശിവൻ എന്ന് പറയുമ്പോൾ ശൈലപ്രിയ ദുഹിതൃനാഥഃ പർവ്വതത്തിൻ്റെ പ്രിയപുത്രിയുടെ നാഥൻ എന്ന് പറയുമ്പോൾ പാർവതിയുടെ നാഥൻ, ഗൗരീനാഥൻ, പരമേശ്വരൻ. അപ്പം അങ്ങനെ ആ ഭഗവാൻ ശിവൻ ആ പുരിയുടെ ബാണൻ്റെ കോട്ടയുടെ കാവൽക്കാരനായ ഭഗവാൻ ശിവൻ ഭൂതവ്രാതൈഹി സമം ഭൂതഗണങ്ങളോട് കൂടിയിട്ട് യദുബലം അശങ്കം നിരുരുധേ ആ യാദവ സൈന്യത്തെ യാതൊരു ശങ്കയുമില്ലാതെ കുശലില്ലാതെ നിരുരുധേ തടഞ്ഞു. മഹാപ്രാണഃ ബാണഃ അനന്തബലശാലിയായ ബാണൻ ഝടിതി പെട്ടെന്ന് യുയുധാനനായിട്ട് എന്ന് പറയുമ്പോൾ സാത്യകിയോട് ബാണൻ ആ സമയത്ത്
എന്താ പറയുക, എല്ലാവരും ഇവിടെ വന്ന് അങ്ങനെ കോട്ട വളഞ്ഞ് യുദ്ധത്തിന് വന്നപ്പോൾ ബാണൻ യുയുധാനേന സാത്യകിയോട് ഏറ്റുമുട്ടി. ആ യുദ്ധത്തിൽ ഗുഹ പ്രത്യുമ്നേന യുയുധേ. ഗുഹൻ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ പ്രത്യുമ്നനോട് യുദ്ധം ചെയ്തു. ത്വം ഭഗവാനെ അവിടുന്ന് പുരഹന്ത്ര അബീജ ഘടിഷെ പരമേശ്വരനോടും യുദ്ധം ചെയ്തു. അപ്പോൾ യാദവന്മാർ സൈന്യസമേതം ശോണിതപുരത്ത് എത്തിയ സമയത്ത് മഹാദേവൻ സൈന്യത്തെ തടയുകയാണ്. അപ്പോൾ ഇവിടെ വാമനമൂർത്തിയായി അവതരിച്ച മഹാവിഷ്ണുവിന് ഭൂമി ദാനം ചെയ്ത മഹാത്മാവായ മഹാബലിയുടെ 100 പുത്രന്മാരിൽ മൂത്ത പുത്രനാണ് ബാണൻ. അപ്പോൾ ഈ ബാണൻ ശിവഭക്തനും മാന്യനും ബുദ്ധിമാനും ദാനശീലനും സത്യസന്ധനും ഒക്കെ ആയിരുന്നു. ബാണന്റെ രാജധാനിക്ക് ശോണിതപുരം എന്നാണ് പേര്. ബാണന് 1000 കൈകളുണ്ട്. പരമശിവൻ താണ്ഡവം ചെയ്യുന്ന സമയത്ത് ഈ ബാണൻ 1000 കൈകൾ കൊണ്ട് ഒരേ സമയം വാദ്യഘോഷങ്ങൾ മുഴക്കി മഹാദേവനെ സന്തോഷിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെയധികം സംപ്രീതനായ മഹാദേവൻ എന്ത് വരം വേണമെന്ന് ഒരിക്കൽ ചോദിച്ചു. പപ്പ പറഞ്ഞു, അവിടുന്ന് എൻ്റെ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനാകണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ശിവൻ യാദവ സൈന്യത്തെ തടഞ്ഞത്. ശിവൻ ആ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനാണ്. അപ്പം ആ സൈന്യത്തെ ശിവൻ തടയാണ്. അപ്പം അങ്ങനെ അവിടെ നല്ലൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഭഗവാൻ മഹാദേവനോട് ഏറ്റുമുട്ടി. പ്രദ്യുമ്നൻ സുബ്രഹ്മണ്യനോട് യുദ്ധം ചെയ്തു. ബാണൻ സാത്യകിയോട് യുദ്ധം ചെയ്തു. ഇനി 6ാമത്തെ ശ്ലോകം. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷി തവാസ്ത്രേണ ഗിരിശേ ദ്രുതാ ഭൂതാ ഭീതാ പ്രമഥകുലവീരാ പ്രമഥിതാഃ പരാസ്കന്ദസ്കന്ദ കുസുമശരബാണൈശ്ച സജീവഃ സകുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേനാശു ബിഭിദേ. പദമുറിച്ച് പറയാം. നിരുദ്ധ അശേഷ അസ്ത്രേ നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷി തവാസ്ത്രേണ ഗിരിശേ ദ്രുതാ ഭൂതാ ഭീതാഃ പ്രമഥകുലവീരാः പ്രമഥിതാഃ പരാസ്കന്ദത് സ്കന്ദഃ കുസുമശരബാണൈശ്ച സജീവഃ സ കുംഭാണ്ഡഃ ഭാണ്ഡം നവമിവ ബലേന ആശു ബിഭിദേ. ഗിരിശേ, ആ മഹാദേവൻ നിരുദ്ധ അശേഷ അസ്ത്രേ, ആ മഹാദേവന്റെ അസ്ത്രങ്ങളെല്ലാം ഭഗവാൻ അശേഷം മുഴുവനായിട്ട് നിരുദ്ധ തടഞ്ഞപ്പോൾ തവ അസ്ത്രേണ ആ ഭഗവാന്റെ അതിനുശേഷം ഭഗവാന്റെ അസ്ത്രം കൊണ്ട് മുമുഹുഷി മോഹിച്ച് വീണ, ഭഗവാന്റെ മോഹനാസ്ത്രമേറ്റ് മോഹിച്ച് വീണ ഭൂതാഹ ഭീതാഹ ഭൂതങ്ങളൊക്കെ ഭയന്ന് ഓടി. എന്താ പറയുക, മഹാദേവൻ മോഹിച്ചു വീണു ഭഗവാന്റെ ആ മോഹനാസ്ത്രമേറ്റപ്പോൾ. അപ്പം മഹാദേവൻ പ്രയോഗിച്ച അസ്ത്രങ്ങളൊക്കെ ഭഗവാൻ തടഞ്ഞു. പിന്നീട് ഭഗവാൻ മോഹനാസ്ത്രം അയക്കുകയാണ്. അതിൽ ആ മഹാദേവൻ മോഹിച്ചു വീണു. അത് കണ്ടപ്പോൾ ഭൂതാഹ ഭീതാഹ ദ്രുതാഹ ആ ഭൂതങ്ങളൊക്കെ ഭയന്ന് ഓടിപ്പോയി. ആ സമയത്ത് പ്രമഥകുലവീരന്മാർ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ മഹാദേവന്റെ ഭൂതഗണങ്ങളിലെ വീരന്മാർ പ്രമഥിതാഹ മർദ്ദിക്കപ്പെട്ടു. സ്കന്ദഹ ആ സമയത്ത് സുബ്രഹ്മണ്യൻ കുസുമശരബാണൈഹി പരാസ്കന്ദത് പ്രദ്യുമ്നന്റെ ബാണങ്ങളെ കൊണ്ട് പരാജയപ്പെട്ടു. സജീവഃ സ കുംഭാണ്ഡഃ സജീവനായ മന്ത്രിയായ കുംഭാണ്ഡനും നവം ഭാണ്ഡം ഇവ എന്നാണ് പുതിയ കലത്തെ എന്ന പോലെ ബലേന ആശു ബിബിദെ ബലരാമനാൽ പെട്ടെന്ന് തന്നെ തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു പുതിയ കുടത്തെ തച്ചുടയ്ക്കുന്നത് പോലെ ഉടച്ചു എന്നാണ്, തകർക്കപ്പെട്ടു എന്നാണ് ആ കുംഭാണ്ഡനെ, അതായത് ബാണന്റെ മന്ത്രിയെ. അപ്പോൾ ഇവിടെ അങ്ങനെ അവിടെ അതിഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ശിവന്റെ അസ്ത്രങ്ങളെല്ലാം ഭഗവാൻ തടഞ്ഞു.
അങ്ങനെ ഭഗവാന്റെ മോഹനാസ്ത്രമേറ്റ് ശിവൻ മോഹിച്ചു വീണപ്പോൾ ഭയന്ന ഭൂതഗണങ്ങളിലെ പ്രമഥന്മാർ എന്ന് പറയുമ്പോൾ വീരന്മാരായിട്ടുള്ള നന്ദികേശനും മറ്റുള്ള ശ്രേഷ്ഠന്മാരുമൊക്കെ തകർക്കപ്പെട്ടു. പ്രദ്യുമ്നൻ്റെ ബാണങ്ങളെ കൊണ്ട് സുബ്രഹ്മണ്യൻ പരാജിതനായി. അങ്ങനെ ഓടിപ്പോയി. ബാണന്റെ മന്ത്രിയായ കുംഭാണ്ഡനും ബലരാമനാൽ പുതിയ മൺകലം പോലെ തകർക്കപ്പെട്ടു എന്നാണ്. ഇനി 7ാമത്തെ ശ്ലോകം. ചാപാനാം പഞ്ചശത്യാ പ്രസഭമുപഗതേ ഛിന്ന ചാപേധബാണേ വ്യർത്ഥേയാദേ സമേതോ ജ്വരപതിരശനേരജ്വരിത്വജ്വരേണ ജ്ഞാനീസ്തുത്വാ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോഗാത് പ്രായോന്തർജ്ഞാനവന്തോ വിച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാഃ. പദമുറിച്ച് പറയാം. ചാപാനാം പഞ്ചശത്യാ പ്രസഭം ഉപഗതേ ചിന്നചാപേ അഥ ചിന്നചാപേധ ബാണേ വ്യർത്ഥേ യാതേ സമേതഃ ജ്വരപതിഃ അശനൈഃ അജ്വരി ജ്വരപതിരശനൈരജ്വരി ത്വജ്വരേണ ജ്ഞാനി സ്തുത്വാ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സ ജ്വരഃ ജ്വരോഗാത് പ്രായഃ അന്തർജ്ഞാനവന്തഃ അപി പ്രായോന്തർജ്ഞാനവന്തോപി ച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാഃ. അഥ ബാണേ ചാപാനാം അഥ അനന്തരം ബാണൻ പഞ്ചശത്യാ ചാപാനം എന്ന് പറയുമ്പോൾ 500 വില്ലുമായിട്ട് പ്രസഭം ഉപഗതേ വളരെ എന്താ പറയുക മുമ്പത്തേക്കാൾ ശക്തിമാനായിട്ട് അങ്ങനെ തിരിച്ചു വന്ന് അതിനുശേഷവും ചിന്നചാപെ പിന്നീട് വന്നപ്പോഴും ആ 500 വില്ലുമായിട്ട് പിന്നെയും എതിർക്കാൻ വന്നപ്പോൾ ആ വില്ലും അങ്ങനെ വ്യർത്ഥമായി. അപ്പോൾ യാതേ സമേതഃ ജ്വരപതിഃ അങ്ങനെ മടങ്ങിപ്പോയപ്പോൾ ബാണൻ 500 വില്ലുമായി വന്ന് എതിർത്ത് വന്നിട്ട് ആ വില്ലെല്ലാം മുറിഞ്ഞ് പിന്നെ വെറുതെ അങ്ങനെ മടങ്ങിപ്പോയപ്പോൾ വ്യർത്ഥേയാതെ വെറുതെ അങ്ങനെ മടങ്ങിപ്പോയപ്പോൾ ജ്വരപതിഃ സമേതഃ ത്വജ്വരേണ അശനൈഹി അജ്വരി പിന്നീട് സമേതഃ വന്നു ചേർന്ന ജ്വരപതി ശിവജ്വരം ത്വജ്വരേണ അങ്ങയുടെ ജ്വരവുമായിട്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു ജ്വരവുമായിട്ട് അശനൈഹി അജ്വരി പെട്ടെന്ന് തപിക്കപ്പെട്ടു. പിന്നീട് ജ്ഞാനിയായി തീർന്ന സഹജ്വരഃ ആ ശിവജ്വരം സ്തുത്വാ ഭഗവാനെ സ്തുതിച്ചിട്ട് തവ ചരിതജുഷാം അങ്ങയുടെ എന്താ പറയുക അങ്ങയുടെ ആ ഭഗവത് കഥ ഭഗവാന്റെ ആ കഥകളെ പ്രകീർത്തിക്കുന്നവർക്ക് ജ്വരമില്ലാത്ത അവസ്ഥ ജ്വരം ബാധിക്കാത്ത അവസ്ഥയെ കൊടുത്തിട്ട് അങ്ങനെ പോയി. അതായത് ഭഗവാനെ കീർത്തിക്കുന്നവർക്ക് ജ്വരം ബാധിക്കില്ല എന്ന അനുഗ്രഹം കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. അന്തർജ്ഞാനവന്തഃ അഭി അകത്ത് അറിവുണ്ടെങ്കിലും രൗദ്രാഹ ബഹുതമസ പ്രായഃ രൗദ്രചേഷ്ടാഹി അകത്ത് അറിവുണ്ടെങ്കിലും രുദ്രപാർഷദന്മാർ തമോ ഗുണം അധികരിച്ചവരായതുകൊണ്ട് തമോ ഗുണം അധികരിച്ചവരായതുകൊണ്ട് പ്രായേണ മിക്കവാറും രൗദ്രചേഷ്ടാഹ ഹി ഇങ്ങനെയുള്ള ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവരാണത്രേ എന്ന് പറയുമ്പോൾ പിന്നീട് ബാണൻ 500 വില്ലുമായിട്ട് വീണ്ടും യുദ്ധത്തിന് വരികയാണ്. ആ വില്ലെല്ലാം മുറിഞ്ഞു പോയപ്പോൾ എന്ന് പറയുമ്പോൾ ധനൂംഷി ആകൃഷ്യയുഗപത് ബാണ പഞ്ചശതാനി വൈ ഏകൈകസ്മിൻ ശരൗ ദ്യൗ സന്തതേരണ ദുർമതഃ. ഭാഗവതം. 1000 ബാഹുക്കളുള്ള ബാണൻ 1000 കൈകളോടുകൂടിയ ബാണൻ ശ്രീകൃഷ്ണന്റെ നേർക്ക് വന്ന ഉടനെ 500 വില്ലുകൾ ഒരേ സമയത്ത് ഞാൻ വലിച്ചു കെട്ടി ഓരോന്നിൽ 2 ബാണങ്ങൾ വീതം കൃഷ്ണന് നേരെ തൊടുത്തു വിടാണ്. അപ്പോൾ ഭഗവാൻ എന്താണ് ചെയ്തത്? ഇവിടെ ഒരേ സമയം 500 വില്ലുകളും മുറിച്ചു കളഞ്ഞു എന്നാണ്. അങ്ങനെ ബാണൻ പിന്നെയും തിരിച്ചു പോയി. സമേതഃ ജ്വരപതിഃ ത്വജ്വരേണ അശനൈഹി അജ്വരി എന്ന് പറയുമ്പോൾ ബാണൻ അങ്ങനെ തിരിച്ചു പോയപ്പോൾ അവിടെ വന്നു ചേർന്ന ആ
ശിവജ്വരം വിഷ്ണുജ്വരത്താൽ തപിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭൂതഗണങ്ങളെയെല്ലാം ശ്രീഹരി ഓടിച്ചപ്പോൾ ശിവൻ സംഹാര സ്വരൂപമായിരിക്കുന്ന തൻ്റെ ജ്വരത്തെ സൃഷ്ടിച്ചയച്ചു. 3 ശിരസ്സും 3 പാദങ്ങളുമുള്ള ആ ജ്വരം 10 ദിക്കുകളും ദഹിപ്പിക്കുന്ന ചൂട് പുറപ്പെടുവിച്ചുകൊണ്ട് വിഷ്ണുവിന് നേരെ വന്നു. അങ്ങനെ അഗ്നിസ്വരൂപമായ ശിവജ്വരം നേരിട്ട് വരുന്നത് കണ്ടപ്പോൾ ഭഗവാൻ ശീതസ്വരൂപമായ തൻ്റെ ജ്വരത്തെ പുറപ്പെടുവിച്ചു. അപ്പോൾ ഈ 2 ജ്വരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി പിന്നീട് വിഷ്ണുജ്വരം ശിവജ്വരത്തെ തോൽപ്പിച്ചു. അതിനുശേഷം ശിവജ്വരം അഞ്ജലിബന്ധം ചെയ്തുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഭാഗവതം ദശമസ്കന്ധം 63-ാം അധ്യായത്തിൽ നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം എന്നിങ്ങനെ തുടങ്ങുന്ന 25, 26, 27, 28 4 ശ്ലോകങ്ങൾ ആ സ്തുതിയാണ്. അപ്പോൾ അങ്ങനെ അധ ജ്ഞാനീ സഹ ജ്വരഹ അങ്ങനെ സ്തുതിച്ചതിന് ശേഷം ആ സ്തുതി കേട്ട ഭഗവാൻ പറഞ്ഞു, ഇനി നീ ഭയപ്പെടണ്ട, ഞാനും നീയും തമ്മിലുള്ള ഈ സംഭാഷണം ആരാണോ സ്മരിക്കുന്നത് അവർക്ക് ഇനിമേൽ ജ്വരത്തിൽ നിന്ന് യാതൊരു ഭയവും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അന്തർജ്ഞാനവന്തം അഭി രൗദ്രാഹ ബഹുതമസ പ്രായഃ രൗദ്രചേഷ്ടാഹ ഹി. ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, രുദ്രപാർഷദന്മാർക്കെല്ലാം ഉള്ളിൽ നല്ല ജ്ഞാനം, നല്ല അറിവുണ്ടെങ്കിലും ബഹുതമസ അവരെ തമോ ഗുണം അധികരിക്കുന്ന സമയത്ത് അവരുടെ ക്രോധം പ്രായേണ വർദ്ധിക്കുന്നു. സത്വഗുണം തെളിയുമ്പോൾ ജ്ഞാനം പ്രകാശിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങൾ മനുഷ്യ മനസ്സിൽ മിന്യമായും ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് മനുഷ്യ സ്വഭാവത്തിന് മാറ്റമുണ്ടാവും എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി 8ാമത്തെ ശ്ലോകം. ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാഭിധന്വൻ നിർലോനാശേഷദോഷം സപതി ബുബുദുഷ ശങ്കരേണോപഗീതഃ തദ്വാജാ ശിഷ്ടബാഹു ദ്യുതയമുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമ ശാനിരുദ്ധഃ സഹോഷഃ. പദമുറിച്ച് പറയാം. ബാണം നാനായുധ ഉഗ്രം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാദ് വിധന്വൻ നിർലൂന അശേഷദോഷം ശപതി ബുബുദുഷ ശങ്കരേണോപഗീതഃ തദ്വാച ശിഷ്ടബാഹുദ്യുതയം ഉഭയതഃ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനഃ നിജപുരം അഗമഃ സാനിരുദ്ധഃ സഹോഷഃ. ദർപ്പദോഷാത് അഹങ്കാരം മൂലം പുനഃ അഭിപതിതം വീണ്ടും എതിർത്തു വന്ന നാനായുധ ഉഗ്രം ബാണം പലതരത്തിലുള്ള പലതരത്തിലുള്ള ആയുധങ്ങളെ കൊണ്ട് ഭയങ്കരനുമായ ബാണനെ നിർലൂന അശേഷ ദോഷം എല്ലാ കൈകളും മുറിച്ച് കളഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ എല്ലാ ദോഷങ്ങളും ആ ബാണൻ്റെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കിയിട്ട് ആ കൈകളൊക്കെ അങ്ങനെ എല്ലാ കൈകളും മുറിച്ച് കളയുക എന്ന് പറയുമ്പോൾ അഹങ്കാരമൊക്കെ ഇല്ലാതാക്കുക എന്നാണ്. അപ്പോൾ എല്ലാ കൈകളും മുറിച്ച് കളയുന്ന സമയത്ത് ശബതി ബുബുദുഷ പെട്ടെന്ന് ബോധം വന്ന ശങ്കരേണ ഉപഗീതഃ ശങ്കരനാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് തദ്വാച ആ ശിവന്റെ അപേക്ഷ അനുസരിച്ച് ശിവന്റെ വാക്കിനാൽ ഉഭയതഃ രണ്ടു ഭാഗത്തും ശിഷ്ടബാഹുഹു രണ്ട് ഭാഗത്തും 2 കൈകൾ ശേഷിക്കുക. ശിഷ്ടബാഹുഹു 2 കൈകൾ ശേഷിച്ച അങ്ങനെ ദ്യുതയം എന്ന് പറയുമ്പോൾ 4 കൈകളോടുകൂടി 2 ഭാഗത്തും 2 കൈകൾ ബാക്കി വെച്ചിട്ട് തത്പ്രിയം
തം ശിവസേവകനായ ശിവഭക്തനായ ആ ബാണനെ നിർഭയം മുക്ത്വ നിർഭയനാക്കിയിട്ട് ആ ഭയമൊക്കെ തീർത്തിട്ട് ബാണൻ്റെ ഭയമൊക്കെ തീർത്തിട്ട് ത്വം അവിടുന്ന് തദ്ദത്തമാനഃ ആ ബാണനാൽ കൊടുക്കപ്പെട്ട സ അനിരുദ്ധ അനിരുദ്ധനോടും സഹ ഉഷയോടും കൂടിയിട്ട് നിജപുരീം അഗമഃ സ്വന്തം പുരിയിലേക്ക് ദ്വാരകയിലേക്ക് തിരിച്ചെത്തി. ഇപ്പോൾ ഭയന്ന് ഓടിപ്പോയ ബാണൻ വീണ്ടും യുദ്ധത്തിന് വരികയാണ്. ദർപ്പദോഷാത് പുനഃ അഭിപതിതം നാനായുധ ഉഗ്രം ബാണം എന്നാണ്. അഹങ്കാരം കൊണ്ട് വീണ്ടും എതിർക്കാൻ വന്നവനും പലതരം ആയുധങ്ങളോടുകൂടിയവനുമായ ബാണൻ്റെ എല്ലാ കൈകളും ഭഗവാൻ അങ്ങനെ മുറിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഭഗവാന്റെ മോഹനാസ്ത്രം ഏറ്റ് മോഹിച്ചു വീണ മഹാദേവന് ബോധം വരികയാണ്. അപ്പോൾ ആ സമയത്ത് മഹാദേവൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ മഹാദേവൻ്റെ അപേക്ഷയനുസരിച്ച് ഭഗവാൻ ബാണൻ്റെ 4 കൈകൾ 2 വശത്തും 2 കൈകൾ വീതം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം മുറിച്ചു കളഞ്ഞു. അങ്ങനെ 4 കൈകൾ ബാക്കിയായ ആ ബാണനെ നിർഭയനാക്കിയിട്ട് അങ്ങനെ ബാണനാൽ ബഹുമാനിക്കപ്പെട്ട ഭഗവാൻ അനിരുദ്ധൻ, ഉഷ എന്നിവരോട് കൂടിച്ചേർന്ന് ദ്വാരകയിലേക്ക് തിരിച്ചെത്തി. ഇനി 9ാമത്തെ ശ്ലോകം. മുഹുസ്താവച്ചക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേനിലസഖം വിധിം വത്സസ്തേയേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷി തദയമവതാരോ ജയതി തേ. പദമുറിച്ച് പറയാം. മുഹുഹു താവത് ചക്രം മുഹുസ്താവച്ചക്രം വരുണം അജയഃ വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേ ബാലാനീതൗ ദവദഹനപാനേ അനിലസഖം ദവദഹനപാനേ അനിലസഖം വിധിം വസ്സസ്തേയേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷി തദയം അവതാരോ ജയതി തേ. ശക്രം എന്ന് പറയുമ്പോൾ ദേവേന്ദ്രനെ താവത് അപ്പോൾ മുഹുഹു അജയഃ പിന്നെയും ജയിച്ചു എന്ന് പറയുമ്പോൾ ഭഗവാൻ വീണ്ടും ദേവേന്ദ്രനെ ജയിച്ചു എന്ന് പറയുമ്പോൾ ഗോവർദ്ധന ഉദ്ധാരണത്തിൽ ദേവേന്ദ്രൻ പരാജയപ്പെട്ടു. അതുപോലെ പാരിജാതാപഹരണത്തിൽ ദേവേന്ദ്രൻ പരാജയപ്പെട്ടു. അങ്ങനെ ദേവേന്ദ്രനെ പല പ്രകാരത്തിലും തോൽപ്പിച്ചു. അതുപോലെ തന്നെ നന്ദഹരനെ നന്ദനെ അപഹരിച്ച ആ സമയത്ത് വരുണനെ ഭഗവാൻ തോൽപ്പിച്ചു. അതുപോലെ അപ്പോൾ അവിടെയും ഭഗവാൻ ജയിച്ചു. അതുപോലെ ബാല ആനീതൗ യമം ഗുരുപുത്രനെ കൊണ്ടുവന്നപ്പോൾ കാലനെയും ജയിച്ചു. അതുപോലെ ദവദഹന പാനെ കാട്ടുതീയെ വിഴുങ്ങിയ സമയത്ത് അഗ്നിയെയും ദവദഹന പാനെ അനിലസഖം അഗ്നിയെയും വത്സസ്തോയെ പൈക്കിടാങ്ങളെ അപഹരിച്ച സമയത്ത് വിധിം ബ്രഹ്മാവിനെയും ഇവിടെ ബാണസ്യ സമരെ ഗിരീശം ഇവിടെ ബാണയുദ്ധത്തിലെ ശിവനെയും ജയിച്ചു ഭഗവാൻ ജയിച്ചു. അപ്പോൾ ഹേ വിഭോ ഗുരുവായൂരപ്പ തത് തേ അയം അവതാരഃ അതുകൊണ്ട് അവിടുത്തെ ഈ അവതാരം ഈ കൃഷ്ണാവതാരം വിശ്വ ഉത്കർഷി ജയതി മറ്റെല്ലാ അവതാരങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ മേൽപ്പത്തൂർ പറയാണ് ഗുരുവായൂരപ്പ അവിടുന്ന് ദേവേന്ദ്രനാൽ വീണ്ടും ജയിക്കപ്പെട്ടു. ഗോവർദ്ധനോദ്ധാരണ സമയത്തും പാരിജാതാപഹരണത്തിലും ഒക്കെ അങ്ങയോട് എതിർക്കാൻ വന്ന ഇന്ദ്രൻ പരാജിതനായി. അതുപോലെ നന്ദഗോപരെ അപഹരിച്ചതുകൊണ്ട് വരുണനും അങ്ങയോട് പരാജയപ്പെട്ടു. ഗുരുപുത്രനെ തിരിച്ചു കൊണ്ടുവന്ന ഗുരുവിന് ദക്ഷിണയായിട്ട് സമർപ്പിച്ച സമയത്ത് അവിടുന്ന് കാലനെയും ജയിച്ചു.
അതുപോലെ കാട്ടുതീ പടർന്ന സമയത്ത് അഗ്നിയെയും ഗോപകുട്ടികളെ മാറ്റി നിർത്തിയ സമയത്ത് അവിടുന്ന് ബ്രഹ്മാവിനാലും ജയിക്കപ്പെട്ടു. ഇപ്പോൾ ഇതാ ഈ ബാണയുദ്ധത്തിൽ ശിവനെയും അവിടുന്ന് ജയിച്ചു. അപ്പോൾ ഗുരുവായൂരപ്പ അതുകൊണ്ട് തന്നെ സർവശക്തനായ അവിടുത്തെ ഈ കൃഷ്ണാവതാരം മറ്റെല്ലാ അവതാരങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു. ഇനി 10ാമത്തെ ശ്ലോകം. ദ്വിജരുഷാകൃഗലാസവബുർധരം നൃഗനൃപം ത്രിദിവാലയമാഭയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹി മാം. പദമുറിച്ച് പറയാം. ദ്വിജരുഷ കൃഗലാസവബുധരം കൃഗലാസവബുർധരം നൃഗനൃപം ത്രിദിവാലയം ആഭയൻ ത്രിദിവാലയമാഭയൻ നിജ ജനെ ദ്വിജഭക്തിം അനുത്തമാം ഉപദിശൻ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹി മാം. ദ്വിജരുഷ ബ്രാഹ്മണ കോപം മൂലം കൃഗലാസവബുധരം ഓന്തിൻ്റെ ആകൃതിയായി തീർന്ന നൃഗനൃപം നൃഗ മഹാരാജാവിനെ ത്രിദിവാലയം ആഭയൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് എന്ന് പറയുമ്പോൾ മോക്ഷം കൊടുത്തിട്ട് നിജജനെ അനുത്തമം തൻ്റെ ആൾക്കാർക്ക് സ്വന്തം ജനങ്ങൾക്ക് അനുത്തമം ദ്വിജഭക്തിം ഉപദിശൻ ബ്രാഹ്മണ ഭക്തിയുടെ മഹത്വത്തെ ഉപദിശൻ വ്യക്തമായിട്ട് ഉപദേശിച്ച അവിടുന്ന് പവനേശ്വര ഗുരുവായൂരപ്പ മാം പാഹി എന്നെ രക്ഷിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ബ്രാഹ്മണ കോപം മൂലം ഓന്തിൻ്റെ രൂപം ആയിത്തീർന്ന ആ ശാപം കൊണ്ട് ഓന്തിൻ്റെ രൂപം ലഭിച്ച നൃഗമഹാരാജാവിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് തൻ്റെ ആളുകൾക്ക് ബ്രാഹ്മണ ഭക്തിയുടെ മഹത്വത്തെ വ്യക്തമായിട്ട് ഉപദേശിച്ച ഭഗവാനെ ഗുരുവായൂരപ്പ അടിയനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 82ാം ദശകം ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.